അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 91 സങ്കീർത്തനം 15 വാക്യത്തിൻ്റെ മധ്യഭാഗം നമുക്ക് വായിക്കാം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. സഭാപ്രസംഗിയിൽ ശലോമോൻ പറയുന്നത് പോലെ എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഒരു ഡ്രൈവറായാൽ തൻ്റെ വാഹനം ഓടിച്ചുകൊണ്ട് ഏത് സ്ഥലത്തേക്ക് പോകുന്നോ ആ സ്ഥലത്തേക്കുള്ള റോഡ് മോശം റോഡ് ആണെങ്കിലും നല്ല റോഡ് ആണെങ്കിലും മുന്നോട്ട് പോയേ തീരൂ. ആയതിനാൽ എല്ലാവിധ റോഡിൽ കൂടിയുമുള്ള പരിശീലനം ഡ്രൈവറിന് അത്യാവശ്യമായിരിക്കുന്നതുപോലെ ഭൂമിയിൽ ജനിച്ചു വളരുന്ന ഏതൊരാളും ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും ജീവിച്ച് പരിശീലിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മോശം സ്വഭാവത്തിൽ ജീവിച്ച് പരിശീലിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ പ്രതികൂല സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും കഷ്ടതയിലും സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം പരിശീലനം ലഭിച്ച് മുന്നേറിയാൽ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പ്രതികൂലക്കാറ്റ് ആഞ്ഞു വീശിയാലും നാം പരിശീലനം ലഭിച്ചവരാകയാൽ ഭയപ്പെടുകയില്ല. കടലിൻ്റെ സ്വഭാവം അറിയുന്നവരാണ് കപ്പിത്താന്മാർ. ഒരിക്കൽ യാത്രാമധ്യേ കടൽ പ്രക്ഷുബ്ധമായപ്പോൾ എല്ലാവരും ഭയവിഹുലരായിത്തീർന്നു. ഈ സമയത്ത് ഒരു കുടുംബം മാത്രം ഭയം കൂടാതെ യാത്ര ചെയ്യുന്നത് കണ്ട സഹയാത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഭയം ഇല്ലാത്തത്? ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ഞങ്ങളുടെ പപ്പയാണ് ഈ കപ്പലിൻ്റെ കപ്പിത്താൻ. ഇതിനു മുമ്പ് പല പ്രാവശ്യം കടൽ ക്ഷോഭിച്ചിട്ടുണ്ട്. ആ ദിനങ്ങളിൽ ഈ കപ്പലിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുമുണ്ട്. അന്നെല്ലാം ഞങ്ങളുടെ പപ്പ കപ്പലിനെയും യാത്രക്കാരെയും ഞങ്ങളെയും യാതൊരു കേടും കൂടാതെ അക്കരെ എത്തിച്ചിട്ടുണ്ട്. കേവലം മരിച്ചു പോകുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള തൻ്റെ കുടുംബക്കാരുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. അങ്ങനെയാണെങ്കിൽ മരിച്ചുയർത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയ കടൽ ക്ഷോഭ സമയത്തും നമ്മെ സഹായിക്കുവാൻ ശക്തനാണ്. നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ഏത് ശക്തമായ കാറ്റിനെയും കൺട്രോൾ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏത് പ്രതിസന്ധിയിലും കടന്നു വന്ന് നമ്മെ രക്ഷിക്കുവാൻ പ്രപഞ്ചത്തിൻ്റെ തച്ചനായ നമ്മുടെ സൃഷ്ടാവിന് കഴിയും. ആകയാൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ധൈര്യമായി ഈ മരുഭൂ യാത്രയിൽ നമ്മുടെ ജീവിത പടവുമായി മുന്നേറാം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കുമെന്നാണ് നാം കേട്ടത്. ഏത് യാത്രയിലും ആവശ്യമായ രേഖകൾ നാം സൂക്ഷിക്കുന്നത് പോലെ ജീവിതയാത്രയിലും ദൈവവചനം അനുസരിക്കുന്നുവെന്ന് ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ചെങ്കടൽ ദൈവം പിളർന്നത് എല്ലാവരും കാണത്തക്കവണ്ണമാണ്. എന്നാൽ ആ വഴിയിൽ കൂടി കടക്കേണ്ടവർ ആരെല്ലാമാണെന്ന് വ്യക്തമായ മാർഗനിർദ്ദേശം യഹോവയായ ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. മോശയുടെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ആ വഴിയിൽ കൂടി കടക്കുവാൻ സാധിക്കുകയുള്ളൂ. കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം അടയാളമായി തേച്ചിരുന്ന ഇസ്രായേൽ മക്കൾക്ക് മാത്രമേ മോശയുടെ നേതൃത്വത്തിന് കീഴിൽ വരുവാനും ചെങ്കടലിൽ യഹോവ ഒരുക്കിയ വഴിയിൽ പ്രവേശിക്കുവാനും സാധിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടി മാത്രം താൽക്കാലികമായി തുറന്ന വഴിയാണ് ചെങ്കടലിലെ പാത. രാജപാതയിൽ കൂടി എല്ലാവർക്കും യാത്ര ചെയ്യുവാൻ അധികാരമുണ്ടാവുകയില്ല. രാജാവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാജാവിൻ്റെ പ്രിയപ്പെട്ടവർക്കും മാത്രമേ ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ അനുവാദമുണ്ടാവുകയുള്ളൂ. മതിയായ പരിശോധനകൾക്ക് ശേഷം അർഹതയില്ലാത്ത വ്യക്തികളാണെങ്കിൽ വാതിൽക്കൽ തന്നെ തടയപ്പെടുകയും അതിക്രമിച്ച് കടന്നാൽ കൊല്ലപ്പെടുകയും ചെയ്യും. അതാണ് രാജനിയമം. എന്നതുപോലെ തന്നെ ചെങ്കടലിൽ യഹോവ ഉണ്ടാക്കിയ പാതയിൽ മിസ്രയീമ്യർ ഇറങ്ങിയപ്പോൾ അവരുടെ രഥത്തിൻ്റെ ഓട്ടം അസാധ്യമായി. ഇസ്രായേൽ ജനവും മിസ്രയീമ്യരും മനുഷ്യരാണ്. 2 കൂട്ടരും ഇറങ്ങിയത് ചെങ്കടലിൽ യഹോവ ഉണ്ടാക്കിയ പുതിയ വഴിയിലാണ്. എന്നാൽ ആട്ടിൻകുട്ടിയുടെ രക്തം അടയാളമായുള്ള ഇസ്രായേൽ ജനം അക്കരെ എത്തി. കാരണം യഹോവയുടെ ദൂതൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു. മിസ്രയീമ്യർ ഇസ്രായേൽ ജനത്തിൻ്റെ പിന്നാലെ
മിസ്രയീമ്യരുടെ സകല രഥങ്ങളും വിശേഷപ്പെട്ട രഥങ്ങളുമായി ചെങ്കടൽ കരവരെ അവരെ നശിപ്പിക്കുവാനായി പിന്തുടർന്നു. ഇസ്രായേൽ മക്കൾക്ക് രക്ഷപ്പെടുവാൻ മറ്റൊരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല. മുമ്പിൽ ചെങ്കടലും പിമ്പിൽ മിസ്രയീമ്യ സൈന്യവും ഇരുപുറവും ചെങ്കുത്തായ പർവ്വതവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രതികൂല സമയത്ത് ഇസ്രായേൽ മക്കളുടെ മുൻപിൽ നടന്നിരുന്ന ദൂതൻ അവരുടെ പുറകിലേക്ക് പോയി. ഇനി ഫറവോനും ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേൽ മക്കളെ കാണുവാൻ പോലും സാധിക്കുകയില്ല. തൻ്റെ ജനം ശത്രുക്കളെ കണ്ട് ഭയപ്പെടാതിരിക്കുവാൻ മിസ്രയീമ്യർക്ക് അന്ധകാരവും ഇസ്രായേൽ മക്കൾക്ക് രാത്രിയെ പ്രകാശവുമാക്കി തീർത്തു. ശത്രുവിനും തൻ്റെ ജനത്തിനും ഇടയിൽ യഹോവയുടെ ദൂതൻ നിലകൊണ്ടു. മോശ ചെങ്കടലിന്മേൽ വടി നീട്ടുകയും ദൈവം ചെങ്കടലിനെ വിഭാഗിക്കുകയും ഉണങ്ങിയ നിലത്തിലൂടെ മറുകര എത്തുകയും ചെയ്തു. ദൈവജനം ചെയ്യുന്നതുപോലെ ചെയ്യുവാൻ ശ്രമിച്ച മിസ്രയീമ്യർ ചെങ്കടലിൽ പട്ടുപോയി. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ യഹോവ അവരോട് കൂടെ ഇരുന്നു. ലക്ഷ്യത്തിലെത്തിക്കുവാൻ ദൈവം അവർക്ക് ഇടവരുത്തി. നമ്മുടെ മരുഭൂയാത്രയിലും നാം ശ്രദ്ധാപൂർവം യാത്ര ചെയ്യണം. അതിനായി ദൈവവചനമായ ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കുമെന്ന് 91 സങ്കീർത്തനം 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ആരോടുകൂടെയാണ് ഇരിക്കുന്നതെന്ന് 91 സങ്കീർത്തനം 14 വാക്യത്തിലും 91 സങ്കീർത്തനം 1 വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മശിഹായെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണിത്. മശിഹായ്ക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനമാണ് കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും എന്ന വാഗ്ദാനം. അവൻ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനാണ്. നാം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്താൽ ഈ വാഗ്ദാനം ദൈവം നമുക്കായും നിറവേറ്റും. കഷ്ടകാലത്ത് യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു നമ്മോടുകൂടെയും ഇരിക്കും എന്ന് സാരം. മശിഹ യഹോവയോട് പറ്റിയിരുന്നത് കൊണ്ട് അവനെ വിടുവിച്ചു. മശിഹ യഹോവയുടെ നാമത്തെ അറിയുന്നവനാകയാൽ അവനെ ഉയർത്തി. ഇത് 91 സങ്കീർത്തനം 14 വാക്യത്തിലെ വാഗ്ദാനമാണ്. ചുരുക്കി പറഞ്ഞാൽ, യഹോവയോട് പറ്റിയിരിക്കുകയും അവൻ്റെ നാമത്തെ അറിയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള വാഗ്ദാനമാണിത്. ദൈവമക്കളായി നാം 91 സങ്കീർത്തനം 1 വാക്യവും 91 സങ്കീർത്തനം 14 വാക്യവും കൂടെ വായിച്ചു പഠിച്ച് ആ പട്ടികയിൽ എത്തി എന്ന് അനുദിനം ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമേ 91 സങ്കീർത്തനം 15 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കഷ്ടകാലത്ത് യഹോവ നമ്മോടുകൂടെ ഇരിക്കുകയുള്ളൂ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുക എന്നാൽ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. യേശു പറഞ്ഞു, ഞാൻ എപ്പോഴും എൻ്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 29 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 10 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങൾ കൂട്ടി വായിച്ചാൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ത് പറയുന്നുവോ അത് അനുസരിച്ച് ജീവിക്കുക എന്ന് സ്പഷ്ടം. ദൈവവചനമാകുന്ന ബൈബിളിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുസരിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നുവോ ഉദാസീനതയില്ലാതെ നാം അനുസരിച്ചാൽ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ഏറ്റവും വലിയ കഷ്ടതയായ അഗ്നികുണ്ഡത്തിൽ കൂടെ ഇരുന്ന കർത്താവ് നമ്മുടെയും കൂടെ ഇരുന്ന് നാം എരിഞ്ഞു തീരുവാനായി നോക്കിയിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമ്മെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവരെ ലജ്ജിപ്പിക്കുക തന്നെ ചെയ്യും. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത്, അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും എന്ന് 91 സങ്കീർത്തനം 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് NIV വേർഷനിൽ അവനെന്നോട് പറ്റിയിരിക്കുകയാൽ എന്ന വാക്യം എഴുതിയിരിക്കുന്നത് ബിക്കോസ് ഹി ലവ്സ് മീ എന്നും, എൻ്റെ നാമത്തെ അറിയാൽ എന്ന വാക്യത്തിന് ഫോർ ഹി അക്നോളജ് മൈ നെയിം എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യദൈവം ഞാനാണെന്ന് മനസ്സിലാക്കി എന്നെ അവൻ അനുസരിക്കുകയാൽ ഞാൻ അവനെ രക്ഷിക്കുകയും അവൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യുമെന്ന് സാരം.
ഈ വാക്യങ്ങളെല്ലാം കൂട്ടിവെച്ച് വായിച്ചാൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും അവൻ മാത്രമേ സത്യദൈവമുള്ളൂ എന്ന് മനസ്സിലാക്കി അവൻ്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി നാം മാറിയാൽ നമ്മുടെ ഏത് കഷ്ടസമയത്തും അവൻ നമ്മോട് കൂടെ ഇരിക്കുകയും നമ്മെ രക്ഷിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുകയും ചെയ്യുമെന്ന് സാരം. നാം അതിനായി ചെയ്യേണ്ടത് ബൈബിൾ വായിച്ച് അനുസരിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ബൈബിളിൽ നാം അനുസരിക്കേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോൾ ഓർപ്പിച്ച് തരികയും സകല സത്യത്തിലും അവൻ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു. ആകയാൽ നാം ഭയപ്പെടാതെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനും അവൻ മാത്രമേ സത്യദൈവമുള്ളൂ എന്ന് മനസ്സിലാക്കി എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുവാനും നമുക്ക് ഉത്സാഹിക്കാം. മശിഹ അഥവാ യേശുക്രിസ്തു പിതാവിനെ സകലത്തിലും അനുസരിക്കുകയും തന്നെക്കുറിച്ച് മോശയുടെ പുസ്തകങ്ങളിൽ അഥവാ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതും സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നതുമായ കാര്യങ്ങൾ ഒന്നുപോലും വിട്ടുകളയാതെ നിവൃത്തിയാകുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും താൻ അനുസരിക്കേണ്ട കാര്യങ്ങളെല്ലാം അനുസരിക്കുകയും ചെയ്തതിനാൽ ക്രൂശിൽ വെച്ച് തൻ്റെ മാനസാന്തരപ്പെട്ട കള്ളനിൽ യേശു തൻ്റെ സന്തതിയെ കാണുകയും കല്ലറയിൽ 3 ദിവസം മരിച്ചതിന് ശേഷം ശരീരം വിശ്രമിച്ചെങ്കിലും 3-ാം ദിവസം ശക്തിയോടെ യേശു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുകയും സകല നാമത്തിനും മേലായ നാമം അവൻ പിതാവിൽ നിന്നും പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് 91-ാം സങ്കീർത്തനത്തിൽ തനിക്ക് പിതാവ് ചെയ്ത വാഗ്ദാനം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, നാം യേശുവിനെ പിൻപറ്റി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിശ്ചയമായും നമ്മുടെ പ്രതികൂലത്തിൽ അവൻ നമ്മോട് കൂടെ വസിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യും. നാം മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉയർപ്പ് നമുക്ക് തരികയും ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഭാഗ്യപദവിയിലേക്ക് അവൻ നമ്മെ ഉയർത്തുകയും ചെയ്യും. ആയതിനാൽ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് നമുക്ക് ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങാം. പാപത്തെ വെറുത്ത് നമുക്ക് പാപത്തെ ഉപേക്ഷിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നിമിഷം വരെ ഞങ്ങളോട് മനസ്സലിവ് കാണിച്ച് കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുകയാണമേ. നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് തന്ന് സഹായിക്കുകയാണമേ. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.